നമ്മൾ അല്പസമയം മുൻപ് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേരുടെ മരണം. മുഹിയുദ്ദീൻ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അസ്മാക് എന്ന ഹോട്ടലിൽ നിന്നാണ് കുടുംബം ഭക്ഷണം കഴിച്ചത്. ചടയമംഗലം സ്വദേശികളായ ഷാജിയും ഷാജിയുടെ ഭാര്യയുടെ അമ്മയായ റാഷിദ ബീവി എന്നിവരുമാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന അനിവാര്യമാണ്. ഈവനിംഗ് കട പൂട്ടി അത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് കുറെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഈ കട അടപ്പിച്ചോ? എന്ത് ഭക്ഷണമാണ് ഈ ഹോട്ടലിൽ നിന്ന് ഇവർ കഴിച്ചത്? എന്തായാലും കട അടപ്പിച്ചു എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. വിഴിഞ്ഞത്താണ് കട സ്ഥിതി ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം എന്തായാലും ലഭിക്കേണ്ടതായുണ്ട്. എന്തായാലും ഇവർ നിലമേൽ സ്വദേശികളാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം കുടുംബവുമായിട്ടാണ്, അതായത് ഷാജിയും കുടുംബവും ഒപ്പം ഷാജിയുടെ ഭാര്യയുടെ മാതാവും റാഷിദ ബീവിയുമാണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത്, തിരുവനന്തപുരത്തേക്ക് പോയി വിഴിഞ്ഞത്ത് നിന്ന് വൈകുന്നേരം ആഹാരം കഴിക്കുന്നത്. ബന്ധുവിന്റെ ഒരു പ്രതികരണവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ അവർ ഈ മത്സ്യവിഭവങ്ങളാണ് കഴിക്കുന്നത്. കഴിച്ച് കടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഛർദിലുണ്ടായിരുന്നു, ദേഹാശ്വാസ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇവർ രണ്ടുപേർക്കുമാണ് വലിയ രീതിയിൽ ദേഹാശ്വാസ്യം അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് ഷാജിയെയും റാഷിദ ബീവിയെയും ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്നാണ് മരണം സംഭവിക്കുന്നത്. നിലവിൽ റാഷിദ ബീവിയുടെ മകൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മറ്റൊരാളും ചികിത്സ തുടരുന്നുണ്ട്. എന്നാൽ ഈ 2 മക്കൾ, ഷാജിയുടെ 2 മക്കൾക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. അവരും ഇതേ ഹോട്ടലിൽ നിന്ന് കഴിച്ചതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അത് ഔദ്യോഗിക വൃത്തങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള സ്ഥിരീകരണം നടത്തേണ്ടതായുണ്ട്. ഏതായാലും നിലവിൽ ഇവർ രണ്ടുപേരും ഇവർ കുടുംബവുമായി ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്നുള്ളത് തന്നെയാണ് സംശയം ജനിപ്പിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹോട്ടൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അടപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിനൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതായുണ്ട്. നിലവിൽ എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. കാരണം കുടുംബം മൊത്തം അവിടുന്ന് ഭക്ഷണം കഴിച്ചു 2 പേർ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുക. അപ്പോൾ എന്താണ് കഴിച്ചത്? എത്രത്തോളം മോശമായ ഭക്ഷണമാണ്? എന്ത് വിശ്വസിച്ചാണ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഈ മരിച്ച ആളുടെ ഷാജിയുടെ ബന്ധുവിന്റെ പ്രതികരണമാണ്. നമുക്കതൊന്ന് കേട്ട് മടങ്ങി വരാം. വിഴിഞ്ഞത്ത് ഏതോ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചത് കൊഞ്ച്, കണവാത്തോരൻ, എന്തോ മീൻമുട്ട എന്ന് പറയുന്നു. അത് കഴിച്ചിട്ട് തിരിച്ചു വന്ന വഴിക്ക് വന്ന വഴിക്ക് ഛർദിലും അസ്വസ്ഥതയും തോന്നി. അവർ നിലവിൽ ആശുപത്രി വന്ന് അവിടെ കാണിച്ചപ്പോഴത്തേന് അവിടെ നിന്ന് ഒരാളെ മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി, ഒരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. ഇവർ 2 പേരും മരിച്ച്. മോള് ഇപ്പോൾ അവിടെ ICUലാണ്. മക്കൾ 2 പേരുണ്ട്. അവർക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. കൂടെ പോയ വേറൊരാളുണ്ട്, ആ ആളിനും കുഴപ്പമൊന്നുമില്ല. ഇത് മൊത്തം 6 പേരാണ് ഈ വിഴിഞ്ഞത്തെ അസ്മാക് ആശുപത്രി. കുടുംബത്തിൽ 6 പേരുണ്ടായിരുന്നു. അതിൽ 2 പേരാണ് ഇപ്പോൾ മരിച്ചത്. കൊഞ്ചും കണവയും പിന്നെ മീൻമുട്ട, ഈ 3 ഭക്ഷണങ്ങളാണ് അവിടെ നിന്ന് കഴിച്ചത്. ഈ വിഴിഞ്ഞത്തെ അസ്മാക് സീ ഫുഡ് റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചത് എന്നാണ് ഈ ബന്ധു പറയുന്നത്. ഇതിൽ മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്, ICUവിലാണ്. 2 മക്കളുണ്ട്. പക്ഷെ മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആ വ്യക്തിക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് കാരണം? ഇനി ആരോഗ്യ വകുപ്പിന്റെ അടക്കം പരിശോധന, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ അടക്കം പരിശോധനയടക്കം നടത്തേണ്ടതുണ്ട്. അതിന്റെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. വിഴിഞ്ഞത്തുള്ള അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. മൂന്നാമതൊരാൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മൂന്നാമതൊരാൾ ICUവിലാണ് ഇപ്പോൾ. രാഹുൽ, മീൻ വിഭവങ്ങളാണ് കഴിച്ചത്. സീ ഫുഡ് ഹോട്ടലാണ്. അവിടെ നിന്ന് കടവയും കൊഞ്ചും അതോടൊപ്പം മീനുമുട്ടയുമാണ് കഴിച്ചതെന്നാണ് ബന്ധു പറയുന്നത്. പക്ഷെ മറ്റ് 3 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നറിയുന്നു. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന അതൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? നിലവിൽ എന്തായാലും ഹോട്ടലുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ വൈകുന്നേരം അത്തരമൊരു നടപടിയിലേക്ക്, കടയടപ്പിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആഹാര സാമ്പിളുകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം ആര് സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യവിഷബാധ ഈ കഴിച്ചവർക്ക് എല്ലാവർക്കും അത്തരത്തിൽ ദേഹാശ്വാസ്യം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്, എല്ലാവരും ഈ പറയുന്ന വിഭവങ്ങളെല്ലാം കഴിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. കാരണം ഈ ബന്ധു പറയുന്ന കാര്യങ്ങൾ അത് കുറേയധികം മത്സ്യവിഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കുടുംബത്തിലെ അംഗങ്ങളെല്ലാം അത് കഴിച്ചു എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക്, അതായത് മരണപ്പെട്ട ഷാജിയുടെ മക്കൾക്ക് ഇത്തരത്തിൽ ദേഹാശ്വാസ്യമോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. ഷാജിക്കും ഒപ്പം ഭാര്യയുടെ മാതാവ് റാഷിദ ബീവിക്കുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ദേഹസ്വാസ്ഥ്യം ഉണ്ടാവുകയും
പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. രാഹുൽ, അല്പസമയം മുൻപ് നമ്മൾ ആ ഫുഡ് സേഫ്റ്റി ഓഫീസറെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഹോട്ടലിന്റെ അവിടേക്ക് പോവുകയാണ്, സാമ്പിൾ എടുക്കാനുള്ള യാത്രയിലാണ്, അതിന്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കാം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ആഹാരത്തിൽ നിന്നുകൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന ചോദ്യമാണ് ഇവിടെ എന്തായാലും ഉന്നയിക്കപ്പെടുന്നത്. ബന്ധുക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ആഹാരം കഴിച്ചതിലെ ഭാഗമായാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ അവരുടെ ആരോപണത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് സേഫ്റ്റി വകുപ്പ് ഉൾപ്പെടെ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ടതായുണ്ട്. കാരണം വെളിഞ്ഞെത്തുന്ന ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചവർക്ക് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു വ്യക്തത വരുന്നത് ഈ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ അന്വേഷണത്തിന് ശേഷമാകും. ആ സാമ്പിളുകൾ പരിശോധിച്ച ശേഷമായിരിക്കും അന്വേഷണം ഉണ്ടാകുക. പക്ഷേ ഏറ്റവും വലിയ ആശങ്കയായി നിൽക്കുന്ന ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച രണ്ട് പ്രായക്കാരാണ്. ആ രണ്ടുപേർ മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം കഴിച്ച എല്ലാവർക്കും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടി അവിടെ നിലനിൽക്കുകയാണ്. ഈ അസ്മാക് ഹോട്ടലിന്റെ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അത് വൈകുന്നേരങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. അവിടെ ഏറെ വിഴിഞ്ഞത്തേക്ക് വരുന്ന ആളുകൾ മീൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ പോകുന്ന ഒരു ഹോട്ടലാണ് അസ്മാക്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച വ്യക്തികൾക്കാണ് ഇപ്പോൾ അതിൽ 2 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടി തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ആ ഹോട്ടലിൽ അവിടേക്ക് പോവുകയാണ്, സാമ്പിളുകൾ ശേഖരിക്കാനുള്ള യാത്രയിലാണ്. ഇതിൽ 6 പേരാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. 6 പേരിൽ 3 പേർ, 2 പേരുടെ ജീവൻ നഷ്ടമായി. ഒരാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ICUവിലാണ് എന്നുള്ളതാണ്. നിലവിലെ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. കൊഞ്ചും കണവയും മീൻമുട്ടയും വിഴിഞ്ഞത്തേക്ക് ആളുകൾ ചെല്ലുന്നത് തന്നെ മീൻ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ്. കുടുംബസമേതമൊക്കെ വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. അവിടെ ഈ രാത്രികളിൽ മാത്രം പ്രവർത്തിക്കുന്ന നിരവധി ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെ വിഴിഞ്ഞം ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂണുകൂണു പോലെ അവിടെ ഹോട്ടലുകൾ കാണാൻ കഴിയും. ഇതിലൊക്കെ എന്തെങ്കിലും പരിശോധന, ഇതിന്റെയൊക്കെ സുരക്ഷ, കാരണം സാധാരണ ജനങ്ങൾ ആശ്രയിക്കുമ്പോൾ ഇത്രയധികം ആളുകൾ വരുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം വിഷമല്ല എന്നുള്ളത് ഉറപ്പാക്കാൻ എന്ത് തരത്തിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. രാഹുൽ, ഇന്ദുലേഖ രേണു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ദു, ഈ ഹോട്ടൽ വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഞാൻ അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ നോക്കുകയായിരുന്നു. കുറേയധികം ആളുകൾ പോകുന്നൊരു ഹോട്ടലാണ്, വലിയ രീതിയിൽ ആളുകൾ എത്തുന്നൊരു ഹോട്ടലാണ്. അവിടെ പരിശോധനകളൊന്നും അവിടെ സ്ഥിരമായി നടക്കാറുണ്ടോ? എന്തെങ്കിലും രീതിയിലുള്ള പരിശോധനകളൊക്കെ? കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം മാത്രം തുറക്കുന്ന ഭക്ഷണശാലകളാണ്. നമുക്കറിയാം ഈ വിഴിഞ്ഞം ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഈ വൈകുന്നേര സമയങ്ങളിൽ അവിടേക്ക് എത്തുന്നവരും വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അവിടുത്തെ മിക്ക ഹോട്ടലുകളിലും അത്തരത്തിൽ ഒരു വലിയ ഒരു ഹോട്ടൽ എന്നത് പറയാൻ പറ്റില്ല, ഒരു ഇടത്തരം ഹോട്ടലാണ്. പക്ഷെ നിറയെ ആൾക്കാരെത്തുന്ന എന്നും ഒരുപാട് ചിലവ് വരുന്ന ഒരു ഹോട്ടൽ തന്നെയാണിത്. അപ്പം എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഫുഡ് സേഫ്റ്റി എടുത്തിട്ടുണ്ടോ ഇവർ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. നിലവിൽ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി അധികൃതര് നിലവിൽ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. ഉടൻ തന്നെ അവരോട് എത്തിയ ഉടൻ തന്നെ സാമ്പിളുകൾ ശേഖരിക്കുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു സംശയം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 3 പേർ മാത്രമല്ല ആ കുടുംബത്തിലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത്. പക്ഷേ ഈ 3 പേർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തത്. ബാക്കി ഇപ്പൊ പറഞ്ഞ ഇവരുടെ 2 കുട്ടികൾക്കും അതുപോലെ അവിടെ പോയ മറ്റൊരാൾക്കും നിലവിൽ യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതായി പറയുന്നുമില്ല. അതുപോലെ തന്നെ ഇന്നലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റാരും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയൊരു സംശയം മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടാണോ, അല്ലെങ്കിൽ ഏത് ഭക്ഷണം, ഇപ്പം ഈ പറഞ്ഞതുപോലെ കൊഞ്ച്, കണവത്തോരൻ, അതുപോലെ തന്നെ മീൻമുട്ട, ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവർ പ്രത്യേകമായി കഴിച്ചത് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും നിന്നുമാണോ ഭക്ഷ്യവിഷബാധ ബാധിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ട്, ഈ അലർജി ഉണ്ടെങ്കിൽ തന്നെ 3 പേർക്ക് ഒരുപോലെ ഇത് വരുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അന്വേഷണം ആരംഭിച്ച് അതിനൊരു വ്യക്തത കൃത്യമായി വരാനുണ്ടായിരിക്കാം. അതെ,
വിഴിഞ്ഞത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു ഹോട്ടലാണ് അസ്മാക് എന്ന കാര്യത്തിൽ സംശയമില്ല. രാത്രികളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഹോട്ടലാണ് വിഴിഞ്ഞത്തെ ഈ അസ്മാക് ഹോട്ടൽ. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും സജീവമായ ആളുകൾ ഈ മീൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി എത്തുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. അവിടെ നിന്ന് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച 6 പേര് കുടുംബസമേതമാണ് വന്നത്. അതിൽ ഭർത്താവും ഭാര്യയുടെ അമ്മയും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. ഭാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ്. 2 മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല. കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആ ആളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് കേൾപ്പിക്കാം, ഉടൻ തന്നെ കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. വിഴിഞ്ഞത്ത് കുടുംബത്തോടൊപ്പം കഴിക്കാൻ പോയ ഷാജിയുടെ സുഹൃത്തായ കണ്ണന്റെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നേരത്തെ ഇവരുടെ ബന്ധു നവാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. കൊഞ്ച്, മീൻമുട്ട, അതോടൊപ്പം തന്നെ കടവ, ഈ മൂന്നുമാണ് കഴിച്ചത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി ഉടൻ തന്നെ ഛർദിലും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഒരു രാത്രി പിന്നിടുന്നതിന് മുൻപ് തന്നെ 2 ജീവൻ നഷ്ടമായി. 3ാമത്തെ ആൾ ICUവിലാണ്. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടെ ഉണ്ടായിരുന്ന കണ്ണൻ എന്ന വ്യക്തിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. രാഹുൽ, ഇപ്പോൾ കണ്ണന്റെ പ്രതികരണം വരുമ്പോൾ കണ്ണന്റെ പ്രതികരണം ഒന്ന് കേട്ട് ഞാൻ രാഹുലിലേക്ക് തിരിച്ചു വരാം. നമ്മൾ 11 മണിക്ക് പോയി. ഇവിടെ നിന്ന് 9 മണിക്ക് നിലമേലിരുന്ന് പോയതാ. ഇവിടെ 11-11:15 എത്തിയപ്പോൾ പുട്ട് കളിച്ച് കണവത്തോരൻ മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പ മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന എന്ന് പറഞ്ഞ് നാക്ക് കിടന്ന് തളർന്ന് പിന്നെ വെള്ളം ചോദിച്ച്. വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്. പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർത്തിച്ച്, അതായത് ഷാജിങ് ആള് സർത്തിച്ച്. അങ്ങനെ ആട്ടിയങ്ങാലിൽ 5-6 പയ്യന്മാരുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടിയിൽ നമ്മൾ ആക്കിയതാണ്. പൊറോട്ടയും അപ്പവും കൊഞ്ചും കണവയും മീൻ മുട്ടയുമാണ് കഴിച്ചത്. ആ സമയം മുതൽ തന്നെ അമ്മയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. വെള്ളം ചോദിച്ചു. അവസാനം കട്ടൻ കാപ്പി വാങ്ങിക്കൊടുത്തു. നാവിനൊക്കെ വലിയ രീതിയിൽ ചുണ്ടും നാവും ഒക്കെ തിണർത്ത് വരുന്നുണ്ടായിരുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഷാജി ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഛർദ്ദിക്കാനും തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച കണ്ണൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഓർക്കണം, ഈ ഹോട്ടലിനെ അങ്ങനെ കുറ്റം പറയുമ്പോഴും ഈ ഹോട്ടലിൽ നിന്ന് സ്വാഭാവികമായും ഇന്നലെ നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മറ്റാരും പരാതിയുമായി ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും നമുക്ക് അറിയില്ല എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് 2 പേർ മരിച്ചിരിക്കുകയാണ്.